നമ്മൾ പനീറിൻ്റെ വീഡിയോ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ചപ്പാത്തിക്കുള്ള കൂട്ടാൻ തന്നെയാണ് കേട്ടോ, കുറുമ. മിക്സഡ് വെജിറ്റബിൾ കുറുമയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഗ്രീൻ പീസ് കുറുമയാണ്. ഗ്രീൻ പീസ് മാത്രം ചേർത്തിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വ്യത്യസ്ത രുചിയുള്ള ഒരു കുറുമയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു 4 മണിക്കൂർ നേരം കുതിർത്തിയിട്ടുള്ള ഗ്രീൻ പീസാണ്. ഏകദേശം 3 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് സവാള ചേർക്കുമ്പോൾ ഒരു ഇടത്തരം വലിപ്പമുള്ളതാണ് എടുക്കേണ്ടത്. പക്ഷേ തക്കാളി, വലിയ തക്കാളി 2 എണ്ണം, ചെറിയ തക്കാളി ആണെങ്കിൽ 3 എണ്ണം വരെ എടുക്കാം. അതായത് ഉള്ളിയേക്കാളും കൂടുതൽ അളവിൽ ഈ ഒരു കുറുമയിലേക്ക് നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർക്കാം. അതായത് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്കായ അതൊക്കെ വഴട്ട് അങ്ങനത്തെ ഒന്നും ഇതിലില്ല. ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് ഒരു 3 വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു ചെറിയ മുറി തേങ്ങ ചിരകിയത് എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ പോപ്പി സീഡ്സ്, അതായത് കസ്കസ് ചേർക്കാം. ഇതില്ലെങ്കിൽ അതിന് പകരം ഒരു 4-5 കാഷ്യൂനട്ട്, അണ്ടിപ്പരിപ്പ് ചേർത്താലും മതി. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ വഴറ്റണമൊന്നുമില്ല. അതിന് പകരം 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതിൻ്റെ കൂടെ ചേർത്ത് അരക്കുകയാണ് കേട്ടോ. അപ്പോൾ വല്ലാത്ത വെളുത്തുള്ളിയുടെ കുത്തലി ഇഷ്ടമല്ലാത്തവർക്ക് ഇതെന്തായാലും നമ്മൾ വളരെ ചെറിയ അളവിലേ എടുക്കണുള്ളൂ. ഇനി വെളുത്തുള്ളി ഒട്ടും ഉപയോഗിക്കാത്തവർക്ക് ഇത് ഒഴിവാക്കിയിട്ടും ചെയ്യാം. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മിനുസായിട്ട് അരച്ചെടുക്കണം. ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തതിന് ശേഷം അരച്ച് വെച്ചതും കൂടി ചേർക്കുക. അപ്പോൾ ഈ ഒരു കുറുമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം കുരുമുളക് പൊടി നമ്മൾ 1 ടീസ്പൂൺ തന്നെയാണ് ചേർത്തിരിക്കുന്നത്, മുളക് പൊടിയുടെ അതേ അളവിൽ. അപ്പോൾ ആ കുരുമുളകിൻ്റെ സ്വാദ് ഇതിലെടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇനി ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ലൂസാക്കണം. കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില, കറിവേപ്പില ഇഷ്ടമുള്ളവർക്ക് കറിവേപ്പില, കസൂരി മേത്തി ആണെങ്കിൽ അങ്ങനെ അതും കൂടി ഇട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം വേറെ ഒന്നും ഇതിൽ ചേർക്കണില്ല. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു കുറുമയാണ്. ഇതിൽ ഗ്രീൻ പീസ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അതിന് പകരം നമുക്കിപ്പോൾ ക്യാരറ്റോ ഉരുളക്കിഴങ്ങോ അങ്ങനെ ചേർത്തിട്ട് വെജിറ്റബിൾ കുറുമയായിട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഇതേ റെസിപ്പി നോക്കാം. ഈ ഒരു കുറുമയുടെ നിറം ഇങ്ങനെ ഇരിക്കാനുള്ള പ്രധാന കാരണം എന്താ അറിയോ? നമ്മൾ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒരേപോലെ എടുത്തുല്ലോ. കുരുമുളക് പൊടി ചേർക്കുമ്പോഴാണ് കേട്ടോ നിറത്തിനൊരു മാറ്റം ഉണ്ടാവുക. സാധാരണ കുറുമയിൽ നമ്മൾ മുളക് പൊടി അല്ലെങ്കിൽ തക്കാളി, ഉള്ളി നന്നായിട്ട് വഴട്ടുമ്പോൾ അതിൽ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ കുറച്ചൊരു റെഡ് കളർ ഉണ്ടായിരിക്കും. പക്ഷേ ഇതിന് കുരുമുളക് പൊടി ചേർത്തേണ്ട നിറമാണ്. ശരിക്കും വ്യത്യസ്തമായിട്ടുള്ളൊരു എന്താ പറയുക സ്വാദാണ് ഈ കുറുമയ്ക്കുള്ളത്. അതുപോലെ അത്രയും എളുപ്പമാണ് ചപ്പാത്തിയുടെ കൂടെ, അതുപോലെ പൂരിയുടെ കൂടെ, ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ മാച്ചായിട്ടുള്ള വെള്ളയപ്പത്തിനും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വഴട്ടുക അങ്ങനത്തെ എന്താ പറയുക കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയർ ഒന്നുമില്ല. വളരെ സിമ്പിളാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. ഇതുപോലെയുള്ള പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം. ചപ്പാത്തി